ഫ്രണ്ട്സ്, HSA സോഷ്യൽ സയൻസ് പരീക്ഷ കാത്തിരിക്കുന്നവർക്കായി അൺഅക്കാഡമി പ്ലസിൽ ഈ വരുന്ന ജനുവരി 15-ാം തീയതി HSA സോഷ്യൽ സയൻസ് എന്റെ ഇൻഡിവിജ്വൽ കോഴ്സ് ആരംഭിക്കുന്നു. തുടക്കം മുതൽ തന്നെ ജോയിൻ ചെയ്ത് കാണുക. പരീക്ഷയാവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് SCRT സബ്ജക്റ്റുകൾ, ഒപ്പം സോഷ്യൽ സയൻസിന്റെ കോർ സബ്ജക്റ്റുകൾ, സൈക്കോളജി, പെഡഗോജി വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കോഴ്സ് തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യം മുതൽ തന്നെ കാണുക. കോഴ്സിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ജനുവരി 15-നാണ് ഈ കോഴ്സ് ആരംഭിക്കുന്നത്. ഒരു വർഷ കാലയളവാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ഏകദേശം പരീക്ഷ നടക്കാൻ അത്രത്തോളം സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ഈ കോഴ്സിന് ആദ്യം 3 മാസം, ആദ്യത്തെ സ്റ്റേജിൽ 3 മാസം SCRT ചാപ്റ്ററുകളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇതിനുശേഷം കംപ്ലീറ്റ് സിലബസിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ SCRT ചാപ്റ്ററുകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഇതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിൽ, അതായത് കോർ എന്ന് പറയാം, സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകൾ SCRTയിൽ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ളത് ഡീപ്പായിട്ടുള്ള ഫാക്റ്റുകളായിരിക്കും ഈ രണ്ടാമത്തെ സ്റ്റേജിൽ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേജിലാണ് സോഷ്യൽ സയൻസിന്റെ പെഡഗോജിയും ഒപ്പം സൈക്കോളജിയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മൂന്നാമത്തെ ഘട്ടം. ഇങ്ങനെയാണ് കോഴ്സ് ഏകദേശം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ തുടക്കം മുതൽ തന്നെ കാണുക. നിങ്ങൾക്ക് ആദ്യം മുതൽ തന്നെ അവസാനം വരെ കാണാൻ 1 ഇയർ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. തീർച്ചയായും നിങ്ങളെ നല്ലൊരു റാങ്കിൽ എത്തിക്കാൻ ഈ ഒരു കോഴ്സ് നിങ്ങളെ സഹായിക്കും. എല്ലാ ദിവസവും ഓരോ സെഷനായിരിക്കും ഉണ്ടാവുക. ഞായറാഴ്ചകളിൽ ഒഴികെ എല്ലാ ദിവസവും ഓരോ സെഷനായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. അപ്പൊ എന്തായാലും ജോയിൻ ചെയ്യുക. ഇപ്പോൾ തന്നെ നല്ലൊരു റാങ്ക് ഉറപ്പിച്ച് പഠിക്കാൻ ഇറങ്ങിത്തിരിക്കുക. വീണ്ടും കാണാം. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 38-ാമത്തെ ദിവസത്തെ പരീക്ഷ ഇന്നലെ രാത്രി നടത്തേണ്ടായിരുന്നു. ഞാൻ രാവിലെ നടത്താമെന്ന് പറഞ്ഞു. ഇപ്പൊ 25 ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, 1 മുതൽ 10 വരെയുള്ള സെറ്റുകൾ എന്ന് കൊടുത്തിട്ട് ഓരോന്നിനും കറക്റ്റ് മലയാളത്തിൽ ഹെഡിങ് ഉണ്ടായിരുന്നു. അതായത് 10 ചോദ്യ പേപ്പറുകളിലെ 10 വീതം ക്വസ്റ്റ്യൻസ് അതിൽ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ടോട്ടലി ഒരു 30 സെറ്റ് ഉണ്ട്. അപ്പൊ അതിനാണ് പ്രത്യേകം പറഞ്ഞത് 1 മുതൽ 10 വരെയുള്ള സെറ്റുകൾ, അതായത് ഏകദേശം 100 ക്വസ്റ്റ്യൻസ് അതിൽ ഉണ്ടാവുകയും ചെയ്യും. അതിന്റെ ബാക്കിയാണ് ഇന്ന് പറയുക. അപ്പൊ 25 ചോദ്യങ്ങൾ നോക്കാം. 1, വാഴ പ്ലസ് പഴം സമം വാഴപ്പഴം. ഇവിടുത്തെ സന്ധി ഏത്? ഇത്വസന്ധി, ലോപസന്ധി, ആദേശസന്ധി, ആഗമസന്ധി. 2, നജീബ് എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? ഏണിപ്പടികൾ, ആടുജീവിതം, എന്റെ കഥ, വേരുകൾ. 3, വ്രീള എന്ന പദത്തിന്റെ അർത്ഥം? സമുദ്രം, രക്തം, ലജ്ജ, കിരണം. 4, KR മീരയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി? കാലഭൈരവൻ, മനുഷ്യനൊരാമുഖം, ദൈവത്തിന്റെ വികൃതികൾ, ആരാച്ചാർ. 5, തന്നിരിക്കുന്ന ചിഹ്നത്തിന്റെ പേരെന്ത്? വിക്ഷേപിണി, വിശ്ലേഷണം, കാകു, ഭിത്തിക. 6, നിലാവിന്റെ പര്യായപദം അല്ലാത്തതേത്? കൗമുദി, പനിമതി, ജ്യോത്സ്ന, ചന്ദ്രിക. 7, ശരിയായ പദം എഴുതുക. പാദസരം, പാദസരം, പാദസ്വരം, പാദസ്വരം. 8, എ ബുക്ക് ദാറ്റ് ഈസ് ഷട്ട് ഈസ് ബട്ട് എ ബ്ലോക്ക് എന്ന ശൈലിയുടെ ശരിയായ മലയാള രൂപം. കണ്ണുള്ളപ്പോൾ കണ്ണിന് വിലയില്ല, കണ്ണുള്ളവനും കാലിടറും, കണ്ണുണ്ടായാൽ പോരാ കാണണം, കണ്ണെത്തുന്നിടത്ത് കാലെത്തുകയില്ല. 9, മനുഷ്യനെ ഇവിടെയുള്ള വിഭക്തി ഏത്? സംയോജിക, ഉദ്ദേശിക, പ്രതിഗ്രാഹിക, ആധാരിക. 10, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തദ്ധിതത്തിന് ഉദാഹരണമായി വരുന്ന പദമേത്? എണ്ണം, കള്ളം, മണ്ടത്തം, പിടിത്തം. 11, അംബികാസുധൻ മങ്ങാടിന്റെ എൻമകജ എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ആണ്? ശ്രീരാമൻ, പരമേശ്വരൻ, ശ്രീകൃഷ്ണൻ, നീലകണ്ഠൻ. 12, തീവണ്ടി എന്ന നാമത്തെ വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ? തീ കൊണ്ടുള്ള വണ്ടി, തീയാൽ ഓടിക്കപ്പെടുന്ന വണ്ടി, തീ ഉള്ള വണ്ടി, തീയും കൊണ്ട് ഓടുന്ന വണ്ടി. 13, ഭൂമിക്ക് ഗോളാകൃതി ആണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആര്? പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ, തെയിൽസ്, ആര്യഭടൻ. 14, ഇന്ത്യയുടെ അക്ഷാംശം 8 ഡിഗ്രി വടക്കിനും 38 ഡിഗ്രി വടക്കിനുമിടയിൽ, 6 ഡിഗ്രി വടക്കിനും 34 ഡിഗ്രി വടക്കിനുമിടയിൽ, 17 ഡിഗ്രി വടക്കിനും 51 ഡിഗ്രി വടക്കിനുമിടയിൽ, 13 ഡിഗ്രി വടക്കിനും 45 ഡിഗ്രി വടക്കിനും ഇടയിൽ. 15, മൺസൂൺ കാറ്റുകൾ ഏത് വാദങ്ങൾക്ക് ഉദാഹരണമാണ്? സ്ഥിരവാദങ്ങൾ, കാലികവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ. 16, ഏറ്റവും വലിയ അക്ഷാംശ രേഖ? ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ, ഭൂമധ്യരേഖ. ഇവയൊന്നുമല്ല. 17, മൺസൂണിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പെടാത്തത് ഏത്? സൂര്യന്റെ അയനം, കൊറിയോലിസ് പ്രഭാവം, സൂര്യാതപനം, ഘർഷണം.
18 ഉത്തരേന്ത്യയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ചിനൂക്ക്, ഫോൻ, ലൂ, മിസ്ട്രൽ. 19 ഇന്ത്യൻ സമയം ഗ്രീനിച്ച് സമയം തമ്മിലുള്ള വ്യത്യാസം. ഇന്ത്യ 5.5 മണിക്കൂർ പിറകിൽ, ഇന്ത്യ 5.5 മണിക്കൂർ മുൻപിൽ, ഇന്ത്യ 3.5 മണിക്കൂർ മുൻപിൽ, ഇന്ത്യ 3.5 മണിക്കൂർ പിറകിൽ. 20 ഏറ്റവും കൂടുതൽ രേഖാംശ രേഖകൾ കടന്നു പോകുന്ന വൻകര യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, അന്റാർട്ടിക്ക. 21 മർദ്ദം അളക്കുന്ന യൂണിറ്റ് ന്യൂട്ടൺ, മില്ലിബാർ, ജൂൾ, കെൽവിൻ. 22 കാറ്റിന്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്നത് അൾട്ടിമീറ്റർ, ഹൈഗ്രോമീറ്റർ, അനീമോമീറ്റർ, ബാരോമീറ്റർ. 23 ഡോക്ടർ എന്നറിയപ്പെടുന്ന കാറ്റ് ഏത്? ലൂ, ചിനൂക്ക്, മിസ്ട്രൽ, ഹർമാറ്റൻ. 24 ഹാരിക്കെയിൻ എവിടെ കാണപ്പെടുന്നു? ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, വെസ്റ്റ് ഇൻഡീസ്, അമേരിക്ക. 25 ഇന്ത്യയുടെ അതേ സമയരേഖ പിന്തുടരുന്ന രാജ്യം ഏത്? ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, ശ്രീലങ്ക. അപ്പൊ ഇത്രയാണ് 25 ചോദ്യങ്ങൾ. 25 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കുക. 1 വാഴ പ്ലസ് പഴം, വാഴപ്പഴം. ഓപ്ഷൻ എ ദ്വിത്വസന്ധി. 2 നജീബ് എന്ന കഥാപാത്രം. ഓപ്ഷൻ ബി ആടുജീവിതം. 3 വ്രീള എന്ന പദത്തിന്റെ അർത്ഥം. ഓപ്ഷൻ സി ലജ്ജ. 4 KR മീരയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തത്. ഓപ്ഷൻ ഡി ആരാച്ചാർ. 5 തന്നിരിക്കുന്ന ചിഹ്നത്തിന്റെ പേരെന്ത്? ഓപ്ഷൻ ഡി ഭിത്തിക. 6 നിലാവിന്റെ പര്യായപദം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി പനിമതി. 7 ശരിയായ പദം എഴുതുക. ഓപ്ഷൻ എ പാദസരം. 8 എ ബുക്ക് ദാറ്റ് ഈസ് ഷട്ട് ഈസ് ബട്ട് എ ബ്ലോക്ക് എന്ന ശൈലിയുടെ ശരിയായ മലയാള രൂപം. ഓപ്ഷൻ സി കണ്ടുണ്ടായാൽ പോരാ, കാണണം. 9 മനുഷ്യനെ ഇവിടെയുള്ള വിഭക്തി ഏത്? ഓപ്ഷൻ സി പ്രതിഗ്രാഹിക. 10 താഴെ കൊടുത്തിരിക്കുന്നവയിൽ തദ്ധിതത്തിന് ഉദാഹരണം. ഓപ്ഷൻ സി മണ്ടത്തം. 11 അംബികാസുധൻ മങ്ങാടിന്റെ എൻ മഹജെ എന്ന നോവലിലെ പ്രധാന കഥാപാത്രം. ഓപ്ഷൻ ഡി നീലകണ്ഠൻ. 12 തീവണ്ടി എന്ന നാമത്തെ വിഗ്രഹിച്ചെഴുതുന്നത്. ഓപ്ഷൻ ബി തീയാൽ ഓടിക്കപ്പെടുന്ന വണ്ടി. 13 ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആര്? ഓപ്ഷൻ സി തെയിൽസ്. 14 ഇന്ത്യയുടെ അക്ഷാംശം. ഓപ്ഷൻ എ 8 ഡിഗ്രി വടക്കിനും 38 ഡിഗ്രി വടക്കിനും ഇടയിൽ. 15 മൺസൂൺ കാറ്റുകൾ ഏത് വാദങ്ങൾക്ക് ഉദാഹരണമാണ്? ഓപ്ഷൻ ബി കാലികവാദങ്ങൾ. 16 ഏറ്റവും വലിയ അക്ഷാംശ രേഖ. ഓപ്ഷൻ സി ഭൂമധ്യരേഖ. 17 മൺസൂണിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ഘർഷണം. 18 ഉത്തരേന്ത്യയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ്. ഓപ്ഷൻ സി ലൂ. 19 ഇന്ത്യൻ സമയം ഗ്രീനിച്ച് സമയം തമ്മിലുള്ള സമയവ്യത്യാസം. ഓപ്ഷൻ ബി ഇന്ത്യ 5.5 മണിക്കൂർ മുമ്പിൽ. 20 ഏറ്റവും കൂടുതൽ രേഖാംശ രേഖകൾ കടന്നു പോകുന്ന വൻകര. ഓപ്ഷൻ ഡി അന്റാർട്ടിക്ക. 21 മർദ്ദം അളക്കുന്ന യൂണിറ്റ് ഏത്? ഓപ്ഷൻ ബി മില്ലിബാർ. 22 കാറ്റിന്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ സി അനീമോമീറ്റർ. 23 ഡോക്ടർ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി ഹർമാറ്റൻ. 24 ഹാരിക്കെയിൻ എവിടെ കാണപ്പെടുന്നു? ഓപ്ഷൻ സി വെസ്റ്റ് ഇൻഡീസ്. 25 ഇന്ത്യയുടെ അതേ സമയരേഖ പിന്തുടരുന്ന രാജ്യം. ഓപ്ഷൻ ഡി ശ്രീലങ്ക. അപ്പൊ ഇത്രയാണ് 25 ചോദ്യങ്ങൾ. നിങ്ങളുടെ ഉത്തരങ്ങൾ നോക്കിയിട്ട് മാർക്ക് കമന്റ് ചെയ്യുക. നമുക്ക് ആ 100 മാർക്കിന്റെ ഒരു വിശകലനം അവിടെ ബാക്കിയുണ്ട്. അത് ഞാൻ തൊട്ടടുത്ത ലെസണിൽ എന്തായാലും ചെയ്യാം. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ജോഗ്രഫി ക്യാപ്സൂൾസിൽ ലാസ്റ്റ് 13ാമത്തെ ഒരു ലെസൺ ഉണ്ടാവും. അതായത് 10ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ 3ാമത്തെ ചാപ്റ്റർ അവിടെ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളത് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ പഠിക്കാൻ തരികയും ചെയ്യാം. അപ്പോൾ ആ ഒരു ലെസണും കൂടെ അവിടെ നോക്കുക. ജോഗ്രഫി ക്യാപ്സൂൾസ് എന്ന കോഴ്സിലെ അവസാനത്തെ ലെസൺ, 13ാമത്തെ ഒരു ലെസൺ. പിന്നെയോ കേരള നവോത്ഥാനം എന്നൊരു കോഴ്സ് ഉണ്ട്. എൻ്റെ പ്രൊഫൈലിൽ പോയിട്ട് ഫ്രീ കോഴ്സസ് എടുക്കുക. ഫ്രീ കോഴ്സസിൽ താഴേക്ക് ഇങ്ങനെ കോഴ്സുകളുടെ ലിസ്റ്റ്, അതായത് മുകളിൽ 3 കോഴ്സേ കാണുള്ളൂ, കുറെ താഴെ ആയിട്ടൊരു കോഴ്സ് കാണാം. കേരള റിനൈസൻസ്, എക്സാം ഓറിയന്റഡ് കേരള റിനൈസൻസ്. പിന്നെ ഹെഡിങ് തന്നെ കേരള നവോത്ഥാനം എന്ന് മലയാളത്തിൽ പിക്ക് കാണാം. അതിൽ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും ലെസൺ നോക്കുക. ഇപ്പൊ കേരള നവോത്ഥാനത്തിലെ 3 ലെസൺസും ജോഗ്രഫി ക്യാപ്സൂൾസിലെ 1 ലെസണും. മറ്റൊന്ന് മലയാളം ഇന്നലെ തന്നിട്ടുള്ള PDF. ആ PDFിലെ ആദ്യത്തെ 10 സെറ്റാണ് ചെയ്യാൻ പറഞ്ഞത്. അതായത് 10 പരീക്ഷകളിലെ മലയാളമാണ് നിങ്ങൾ ചെയ്തത്. ഇനി അടുത്ത 5 എണ്ണം ചെയ്യുക.
കാരണം ഇന്നിനി ഫുൾ ടൈം കൊണ്ട് നിങ്ങൾക്ക് 10 ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അപ്പം 5 സെറ്റ്, അതായത് 5 ഹെഡിങ്ങിന് കീഴിലുള്ള മലയാളം ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. അതിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. സോഷ്യൽ സയൻസിൻ്റെ ഒരു ചാപ്റ്ററും. ഇപ്പം 4 ലെസൺ പഠിക്കാൻ, 5 മലയാളം വർക്കൗട്ട് ചെയ്യാൻ, സോഷ്യൽ സയൻസിൻ്റെ 6ാം ക്ലാസ്സിലെ അടുത്ത ലെസൺ. ഇത്രയാണ് ഇന്നത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, വർക്കൗട്ട് ചെയ്യേണ്ടത്. അതിനു മുന്നേ വിളിച്ച പരീക്ഷകളെല്ലാം അപ്ലൈ ചെയ്തു എന്നുറപ്പ് വരുത്തുക. ആൾറെഡി നമുക്ക് ഡിഗ്രി ഇല്ലാത്തവർക്കൊക്കെ LGS അപ്ലൈ ചെയ്യാനുണ്ട്, ഫീൽഡ് അസിസ്റ്റന്റ് അപ്ലൈ ചെയ്യാനുണ്ട്. അപ്പം ഇങ്ങനെ അപ്ലൈ ചെയ്യാനുള്ളതെല്ലാം അപ്ലൈ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ നമുക്ക് പിന്നീട് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ പഠിച്ചുകൊണ്ടിരുന്നിട്ട് അപ്ലൈ ചെയ്യാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെയോ ഓരോ ദിവസവും നമുക്ക് കൊഴിഞ്ഞു പോയി കൊണ്ടേയിരിക്കുകയാണ്. ആ കൊഴിഞ്ഞു പോകുന്ന ദിവസങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചു എന്നുള്ള ഒരു സംതൃപ്തിയോടുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് വലിയ പേടി ഉണ്ടാവില്ല. എന്നാൽ ഇനിയും ഒരുപാട് ദിവസം ഉണ്ടല്ലോ, പഠിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്, ഇപ്പം തന്നെ പഠിച്ചാൽ മറന്നുപോകും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകൾ അറിയുക, അവനവൻ്റെ ജോലി എന്ന് പറയുന്നത് കയ്യെത്തും ദൂരത്തുണ്ടായിട്ട് എത്തിപ്പിടിക്കാൻ പോലും നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ആ ജോലി ഒരിക്കലും വരില്ല. നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ പിന്നീട് എത്തിക്കും തോറും അത് അകന്നകന്ന് പോവുകയും ചെയ്യും. ഇപ്പം നമുക്ക് കയ്യെത്താവുന്ന ദൂരത്ത് അതുണ്ട്. അപ്പം അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് അങ്ങോട്ട് ആഞ്ഞു പിടിക്കുക തന്നെ വേണം. അപ്പം ഇനിയും പഠനത്തിൽ ചെറുതായിട്ട് മടി പിടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ, കാരണം ഇപ്പം ഇഷ്ടംപോലെ പരീക്ഷയുണ്ട്, എന്ത് പഠിക്കണം എന്ന് തന്നെ അറിഞ്ഞുകൂടാ, എല്ലാവരും പരീക്ഷയ്ക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ഇരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇറങ്ങിക്കോളുക. നാളെ നമുക്ക് വീണ്ടും കാണുമ്പോഴേക്കും താങ്ക് യു.